ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വണ്ണം കുറയ്ക്കാനായിട്ട്, പ്രത്യേകിച്ചും വയറിലെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉലുവ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. നമ്മൾ ഉലുവ വെച്ചിട്ടുള്ള ഒരുപാട് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഹെയർ കെയർ ആണ്. ഉലുവ വെച്ചിട്ടുള്ള പാക്കും ഉലുവ വെള്ളം വെച്ചിട്ട് നമ്മൾ മുടി വളരാനുള്ള പാക്കുകളൊക്കെ ഒരുപാട് 2-3 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഉലുവ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പല ഹെയർ കെയർ പാക്കുകളിനകത്ത് ഉലുവ വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുടി വളരുന്ന വീഡിയോ അല്ല, വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉലുവ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പറയാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ അളവിൽ ഉലുവ എടുക്കുക. ഇനി ഈ ഉലുവയൊന്ന് നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചേക്കുക. അപ്പം നമ്മൾ ഒരു രാത്രി, അതായത് തലേദിവസം വൈകുന്നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു രാത്രിയിൽ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. എന്നിട്ട് നമ്മളിത് ചെയ്യുന്ന ഈ വെള്ളം നമ്മൾ രാവിലെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. അപ്പോൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ, അത് ഒരു ഗ്ലാസ് ഒരു 2 ഗ്ലാസ് അളവിൽ വെള്ളത്തിൽ നമുക്ക് ഇത് കുതിർത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതിനനുസരിച്ച് രാവിലെ എഴുന്നേറ്റ് ഒരു 1-1.5 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അല്ല, നിങ്ങൾക്ക് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമേ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ വെക്കുക. രാവിലെ വെറും വയറ്റിൽ വെള്ളം ഇതിങ്ങനെ കുടിക്കുക. ചിലർക്ക് ചായയൊക്കെയാണ് വെറും വയറ്റിൽ കുടിക്കാൻ പറ്റുന്നത്. വെള്ളം കുടിക്കാൻ അത്ര പറ്റാത്തവരുണ്ട്. പല ആൾക്കാരും കേട്ടിട്ടുണ്ട് രാവിലെ വെള്ളം നേരിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ഈ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക. എന്തായാലും 1 ഗ്ലാസ്സിൽ താഴെയായിട്ട് കുറയ്ക്കേണ്ട. കാരണം നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഇനി നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഈ ഉലുവയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിള വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നിങ്ങളിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഏകദേശം 1/2 ഗ്ലാസ് ആകുന്ന വരെ ഒന്ന് ചെറുതായിട്ട് ഈ തീയിൽ കിടന്നൊന്ന് ഈ ഉലുവ വെന്ത് വരണം. അതായത് വെന്ത് വരുമ്പോഴത്തേക്ക് ഈ 1 ഗ്ലാസ് എന്നുള്ളത് 1/2 ഗ്ലാസ് ആവണം. ഇപ്പോൾ നിങ്ങൾ 1.5 ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ അത് ഏകദേശം 1 ഗ്ലാസ് ആകണം. ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളത്തോളം നമ്മൾ ഈ ഉലുവ ഇതിനകത്ത് ഈ വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ആവിയായിട്ട് പോകണം. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ തിളപ്പിച്ചെടുത്ത വെള്ളം ചൂട് മാറിയതിന് ശേഷം നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കുക. വെറും വയറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന ഉലുവ കുടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുടിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ കുടിക്കണം, യാതൊരു നിർബന്ധമില്ല. അത് എടുത്തതിന് ശേഷം ആ വെള്ളം മാത്രം തെളിയായിട്ടുള്ള വെള്ളം മാത്രം കുടിച്ചാൽ മതിയാകും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ദിവസേന രാവിലെ വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുക. അപ്പോൾ ഒരുപാട് കട്ടിയാകാതിരിക്കുക. എപ്പോഴും 1 ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ്സായിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഉലുവയ്ക്ക് ഒരല്പം ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതായത് ഒരു ഇച്ചിരി ഒരു കയ്പ്പ് രുചിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം അത് കട്ടിയായിട്ട് പോകുന്നു അത്രത്തോളം അതിൻ്റെ കയ്പ്പ് അല്ലെങ്കിൽ ആ ഒരു കയ്പ്പ് രസം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് 1/2 ഗ്ലാസ് അങ്ങനെ ആക്കാൻ നിൽക്കാതെ ഏകദേശം 1 ഗ്ലാസ്സോളം നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും നമുക്ക് കുടിക്കാൻ എളുപ്പം. നിങ്ങളെക്കൊണ്ട് അല്ലെങ്കിൽ ആ ടേസ്റ്റിൽ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എടുക്കുക. എന്നാലും നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റുന്ന അളവിലത്തേക്കുള്ള രീതിയിൽ എടുക്കുക. ഇങ്ങനെ വെറും വയറ്റിൽ കുടിക്കുന്നത് കൊണ്ട് നമ്മളുടെ ശരീരത്തിൻ്റെ മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സാധിക്കും. ഇങ്ങനെ ദിവസവും രാവിലെ വെറും വയറ്റിൽ ഈ ഉലുവവെള്ളം മാത്രം കുടിച്ചതുകൊണ്ട് വണ്ണം കുറയുന്നില്ല. നമ്മളുടെ ശരീരത്തിൻ്റെ മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ പാലിച്ച് വരുന്ന ഒരു ഫുഡ് കൺട്രോൾ, അതായത് ഭയങ്കര ഡയറ്റിംഗ് എന്നല്ല, ചെറുതായിട്ടൊരു പോർഷൻ കൺട്രോളോ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതോ കൂട്ടത്തിൽ ചെയ്തുകൊണ്ട് തന്നെ ഈ ഉലുവ വെള്ളം പതിവായി രാവിലെ വെറും വയറ്റിൽ കുടിക്കുക എന്നുള്ളത് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസിനെ അത് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും, പെട്ടെന്നാക്കാൻ സഹായിക്കും. അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ മെറ്റബോളിക് റേറ്റ് കൂടുമ്പോഴാണ് നമ്മൾ കാലറി ബേൺ ചെയ്യുന്നത്, ഒരുപാട് കാലറി ബേൺ ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ മെറ്റബോളിക് റേറ്റ് കൂടാൻ രാവിലെ ഈ വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് സഹായിക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. കാരണം ഇതൊരു റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പം വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട വിധം ഈ വെള്ളം കുടിക്കുക. അതോടൊപ്പം തന്നെ ചെറുതായിട്ടൊരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും കൂടെ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡയറ്റിൽ ചെറിയൊരു കൺട്രോൾ, അതായത് ഭയങ്കര ഡയറ്റ് എടുക്കണമെന്നുള്ള ഒരു പോർഷൻ കൺട്രോൾ, ഡയറ്റിൽ ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ വണ്ണം കുറയ്ക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്